കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാ. എന്നാ ആ ഭക്ഷണത്തിന്റെ വഴി കണ്ടെത്തുന്ന സ്വന്തം ഭർത്താവായിരിക്കണം. ഇവിടെ ഞാൻ വന്ന നാള് മുതൽ ഈ വീട് നന്നായി നോക്കുന്നത് നിങ്ങളുടെ ഏട്ടനാ. അമ്മയും ഞാനും പറയുമ്പോഴല്ലാതെ ഉണ്ണിയേട്ടൻ അറിഞ്ഞ് ഒരു കാര്യവും ചെയ്തിട്ടില്ല. കടയിൽ പോയി ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. അതിന്റെ ബില്ല് അടയ്ക്കുന്നത് കണ്ണേട്ടനാണെന്ന് മാത്രം. അങ്ങനെ ചെയ്തുകൊണ്ട് നിനക്കോ എനിക്കോ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇന്നിപ്പോ എന്റെ പേരിൽ ഒന്നുമില്ല. ജോലി ചെയ്ത സമയത്ത് ഞാൻ നീക്കിവെച്ച പൈസ മാത്രമേ ഉള്ളൂ. അതൊന്നും ചെലവാക്കാത്തതിന്റെ പേരിലാണ് നീ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നത്. പിശുക്കനായ ഭർത്താവേ, നിങ്ങളോട് ഈ വീട് നോക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അതിനു പകരം വിഷു, ഓണം പോലുള്ള വിശേഷ ദിവസം വരുമ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിത്തരണം. അത് എനിക്കൊരു സന്തോഷമാ. എനിക്കെന്നല്ല, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അതിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്റെ അന്വേഷണം വിഷുവിനപ്പുറം പോവില്ല. ഓ, അപ്പൊ അത് കഴിഞ്ഞാലെങ്കിലും മനസമാധാനം ഉണ്ടാവുമല്ലോ. ഈ വട്ട് പിന്നെ കേൾക്കേണ്ടി വരില്ലല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നൊന്നും വട്ടല്ല. എന്നാ എന്റെ സംശയം ശരിയായി വരുമ്പോ അതിനുശേഷം വട്ടുപിടിക്കാൻ പോകുന്നത് നിനക്കായിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അന്യന്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും നിങ്ങളുടെ ഏട്ടൻ താലോലിക്കില്ല. അത് ഞാൻ അങ്ങേരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് കണ്ണേട്ടൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ലക്ഷ്മിയെ തന്നെയാ. അവര് തമ്മിൽ തെറ്റിപ്പിരിയുന്ന സമയത്ത് എനിക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അതിന്റെ തോത് കുറഞ്ഞു വരിക. ശരി, നിങ്ങൾ പറയുന്നത് സത്യമായിട്ട് വന്നാൽ ഞാൻ എന്റെ അച്ഛനോട് പറയും നിങ്ങൾക്കൊരു ഓഫീസ് ഇട്ട് തരാൻ. ഓഫീസോ? അതെ, ഡിറ്റക്റ്റീവ് ഏജൻസി, ഡയറക്റ്റഡ് ബൈ ഉണ്ണി കമലേശ്വരം എന്നൊരു ബോർഡും കൂടി വെച്ചുതരാൻ പറയാം. ഞാനൊരു സത്യം പറഞ്ഞാ ഉണ്ണിയേട്ടന് ദേഷ്യം വരുമോ? ജോലി ഇല്ലാതായപ്പോ നിങ്ങളുടെ തലയിലെ 1-2 പിരി അളവിപ്പോയി. അതുകൊണ്ടാ നിങ്ങൾ ഏത് നേരവും പിച്ചും പേയും പറയുന്നേ. ഇല്ല, ഈ വിഷുവോടെ ഞാൻ എല്ലാം പൊളിക്കും. കണ്ണേട്ടൻ വിളിക്കുന്നു. ഹലോ കണ്ണേട്ടാ, റെഡിയായോ തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോവാൻ? റെഡി ആയിക്കൊണ്ടിരിക്കുക കണ്ണേട്ടാ. അല്ല, ഞാൻ വരേണ്ട കാര്യമുണ്ടോ? വേണ്ട, ലേഖയുണ്ട് കൂടെ. ആ, അവിടെ ചെല്ലുമ്പോ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതനുസരിക്കണം കേട്ടോ. ധൃതി പിടിച്ചെങ്കിൽ പോരരുത്. അത് വേണ്ടി വരില്ല കണ്ണേട്ടാ. സാറ് കുഞ്ഞിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ ആയുർവേദ മരുന്ന് തരാന്നാ പറഞ്ഞത്. ആ, ഞാൻ സാറിനെ വിളിച്ചോളാം. ഇപ്പൊ പുറപ്പെട്ടില്ലേ? ദേ പുറപ്പെടാൻ തുടങ്ങാ. ശരി ശരി. കണ്ണേട്ടൻ വരട്ടേന്നാ ചോദിച്ചേ. കണ്ണേട്ടൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുക മഹിയെ കാണാൻ. തോമസ് സാറിന്റെ വീട്ടിൽ വെച്ചാവുമ്പോ ആരും ഒന്നും അറിയില്ലല്ലോ. ഇങ്ങോട്ട് കണ്ണേട്ടൻ വരുന്നത് പേടിച്ചിട്ടാ. എന്ന് വെച്ചാ എപ്പോഴും ആരെങ്കിലും കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞത് ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോ കാറ് വീട്ടുമുറ്റത്തിടണ്ടാന്ന്. അതുപോലെ തന്നെ വീൽ ചെയർ തന്നെ അകത്തേക്ക് വന്നാ മതിയെന്നും പറഞ്ഞിട്ടുണ്ട്. ജോലി പോയ ഒരുത്തൻ വെടികൊണ്ട പന്നിയെ പോലെ നടക്കുക. ഇനി മേഘനയല്ല, അവനെയാ സൂക്ഷിക്കേണ്ടത്. കണ്ണേട്ടന്റെ അതേ ചോരയാണെങ്കിലും അവന്റെ രക്തത്തിൽ വിഷം കലർന്നിട്ടുണ്ട്.